IRCTC ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയാണ്. നേരെ ബ്രൗസർ എടുക്കുക, പിന്നെ റെയിൽവേയുടെ IRCTCയുടെ വെബ്സൈറ്റിൽ കയറുക. ഇപ്പോൾ ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം TVC എന്ന് ടൈപ്പ് ചെയ്യുക, അതുപോലെ 2 എന്നുള്ള സ്ഥാനത്ത് TCR എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അത് രണ്ടും സെലക്ട് ചെയ്തു. ഇനി ഡേറ്റ്, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് 24-ാം തീയതിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്. അപ്പോൾ അതുപോലെ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ വന്ദേ ഭാരതാണ് എടുക്കുന്നത്. വന്ദേ ഭാരത് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് വന്ദേ ഭാരത് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, AC ചെയർ കാറാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ചെയർ കാർ ഇടുക. ഇനി അടുത്തത് ലോഗിൻ സെക്ഷനാണ്. നമ്മുടെ യൂസർ IDയും പാസ്വേഡും നമുക്ക് എന്തായാലും അറിയണം. അത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യണം. അത് കൊടുത്തിരിക്കുന്ന ക്യാപ്ച നമുക്ക് അതുപോലെ തന്നെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് കയറാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ആളുകളുടെ പേരാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേരും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിന്നർ എന്താണെന്ന് ചോദിച്ചത്, ഞാൻ നോൺ വെജ് ഓപ്ഷൻസ് ആണ് ഡിന്നറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഫാദറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ പേരും അതിനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഏജും അതുപോലെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പണ്ട് 65 വയസ്സിന് മേലെയുള്ളവർക്കൊക്കെ കൺസെഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ ആ ഒരു സിസ്റ്റം ഇല്ല. സീനിയർ സിറ്റിസൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പം അവർ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം പതിപോലെ പിന്നെ കാറ്ററിംഗ് ഓപ്ഷൻസിൽ വെജാണ് ഫാദറിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വിൻഡോ സൈഡും ഫാദറിൻ്റെ നോൺ പ്രിഫറൻസും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട്. കൺസിഡർ ഓട്ടോ അപ്ഡേഷൻ അത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ, നമുക്ക് സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്ച കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കണം, iPay എന്നുള്ള ഈ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. iPay, അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുണ്ട്. അത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് ഇതിൽ കാണാൻ പറ്റും. 2150 0.12 ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇനി ഗിഫ്റ്റ് ഇയർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് ഇയറിലെ അക്കൗണ്ട് ഓപ്പൺ ആവും. ആ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കാണാൻ പറ്റും. എനിക്ക് എൻ്റെ ബാലൻസ് 3541.77 ഉണ്ട്. അപ്പോൾ റിഡീം വിത്ത് OTP കൊടുക്കുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP വെച്ചിട്ട് ഒരു 4 അക്ക OTP ആണ് വരുന്നത്. ആ OTP ഇതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റ് ബുക്കായി. ഓക്കെ, ഇതിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ടാണ് വികൽപ്പ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. വികൽപ്പ് ഓപ്ഷൻസ് എനിക്ക് ഒരുപാട് ട്രെയിൻസ് നമുക്ക് ഓൾട്ടർനേറ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ എനിക്ക് ഇത് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കിതുവരെ ഓൾട്ടർനേറ്റ് ട്രെയിൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റേറ്റിംഗ്സ് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് പാസഞ്ചർ ഡീറ്റെയിൽസ്, ടിക്കറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ 2 വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് എടുക്കുക എന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ.